നമസ്കാരം. ഇന്നത്തെ ബിസിനസ് ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ബിസിനസ് അനുഭവങ്ങളുമായി എത്തിയിരിക്കുന്നത് ജോബ്സ് ഒമേഗ ജോബ് ഷോപ്പിന്റെ ഉടമ മിസ്റ്റർ ഷർഫുദ്ദീൻ സാറാണ്. അദ്ദേഹത്തെ നമുക്ക് ബിസിനസ് ഫോക്കസിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാറിന്റെ ഈ ഷോപ്പിനെ പറ്റി എന്താണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, എന്താണ് ഇതുകൊണ്ട് സാർ ഉദ്ദേശിക്കുന്നത്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ജോബ് ഷോപ്പ് എന്നത് ഇന്ത്യയിൽ ഒരു പുതിയ കോൺസെപ്റ്റാണ്. ഇത് എനിക്ക് ഐഡിയ ആദ്യം മനസ്സിൽ വന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ധാരാളം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ സൗകര്യം ലഭിച്ച ഒരാളെന്ന നിലയ്ക്ക് പലപ്പോഴും ഞാൻ വിദേശങ്ങളിൽ പോകുമ്പോൾ ഈ റിക്രൂട്ട്മെന്റ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് പഠിക്കാറുണ്ടായിരുന്നു. അതിന് പലതവണ ലണ്ടനിലുള്ള ജോബ് ഷോപ്പുകൾ സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് ഈ ജോബ് ഷോപ്പിന്റെ ഒരു കോൺസെപ്റ്റ് ഇറ്റ്സ് എ ഷോപ്പ്. ലൈക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം സെലക്ട് ചെയ്യുന്നത് പോലെ ഒരു ജോബ് ഷോപ്പിൽ പോയി നമുക്ക് ചേർന്ന, നമുക്ക് ആവശ്യമായ നമ്മുടെ ഒരു ഡ്രീം ജോബ് സെലക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. ഒരു ജോബ് സീക്കർ ജോബ് ഷോപ്പിൽ പോയി, അല്ലെങ്കിൽ ഒരു ജോലി ഉള്ള ആള് തന്നെ പുതിയൊരു ജോലി അന്വേഷിച്ച ഒരു ജോബ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിരവധി ജോലികൾ ഉണ്ടാവും. നമുക്ക് ലഭിച്ചിട്ടുള്ള അതും നമ്മുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതുമായ നിരവധി ജോലികൾ അവിടെ ഉണ്ടാവും. ആ ജോലികളിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ അവരുടെ ആ ഒരു ബയോഡേറ്റയ്ക്ക് യോജിക്കുന്ന രീതിയിലുള്ള ജോലി തെരഞ്ഞെടുക്കാനുള്ള സൗകര്യമാണ് നമ്മൾ ജോബ് ഷോപ്പിൽ ഒരുക്കുന്നത്. Whereas you can select a dream job of your choice, exactly matching to your requirements. അത് സാലറി വൈസ് ആകാം, നിങ്ങളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബാക്ക്ഗ്രൗണ്ട് വൈസ് ആകാം. എങ്ങനെയാണെങ്കിലും വിവിധ ജോലികൾ അവിടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇതിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ട് സാറിന് പ്രചോദനമായത് ഇങ്ങനെ പുറത്തുള്ള ആളുകളുടെ ജോബ് അന്വേഷിക്കുന്നതിനുള്ള ഇതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോ സാറിന് ഇങ്ങനെ ഒരു ഷോപ്പ് ഇടണമെന്ന ആഗ്രഹം, അല്ലെങ്കിൽ ഇതിന് വരുന്ന ഒരു മോട്ടിവേഷൻ ഏതൊക്കെ സൈഡിൽ നിന്നുള്ള ആയിരുന്നു, ഏതൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു? ഞാനിപ്പോ റിക്രൂട്ട്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന, പ്ലേസ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഏകദേശം 25 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അത് കൂടുതലും ഞങ്ങൾ വിദേശങ്ങളിലേക്ക് വർക്കേഴ്സിനെ കയറ്റി അയക്കുന്ന ഒരു സ്ഥാപനം, ഒമേഗ ട്രാവൽ ആൻഡ് ടൂറിസ്റ്റ് ഏജൻസി എന്ന സ്ഥാപനം കേരളത്തിലെ വളരെ പ്രമുഖമായ ഓവർസീസ് റിക്രൂട്ടിംഗ് കൺസൾട്ടന്റ് ഫേമാണ്. അതുവഴി വിദേശങ്ങളിലേക്ക് പോകുന്ന ജോലിക്കാർ കൂടാതെ നമുക്ക് ധാരാളം ലോക്കൽ എൻക്വയറീസ്, ഡൊമസ്റ്റിക് ജോബ്സിനുള്ള എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഡൊമസ്റ്റിക് ജോബ് എസ്പെഷ്യലി ഇപ്പോൾ ഉള്ള ഈ കണ്ടീഷൻസ് നമ്മൾ മാറിയപ്പോൾ ഇന്ത്യയിലെ ജോലി സാധ്യതകൾ വളരെയധികം പുരോഗമിച്ച ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തിനകത്തുള്ള ജോലി സാധ്യതകൾ മുതലാക്കിക്കൊണ്ട് രാജ്യത്തിനകത്തുള്ള ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ ഒരു സംരംഭം തുടങ്ങണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ലോക്കൽ ജോബ്സിന് വേണ്ടി ഒരു ജോബ് ഷോപ്പ് ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിച്ചത്. ഏകദേശം 2 വർഷമായി ഇപ്പോൾ ജോബ് ഷോപ്പ് തുടങ്ങിയിട്ട് വളരെ നല്ല രീതിയിൽ, വളരെ പ്രോത്സാഹജനമായ രീതിയിൽ എല്ലാവരും, ബോത്ത് എംപ്ലോയേഴ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ്, ധാരാളം പേര് ഇത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ജോബ് ഷോപ്പിന്റെ കോൺസെപ്റ്റ്, ഞങ്ങൾ ഈ ജോബ് ഷോപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ജോബ് ഷോപ്പ് തുടങ്ങുന്നത്. സാധാരണ പോലെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഷോപ്പ് തന്നെയാണിത്. ആർക്കും എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാം, എപ്പോ വേണമെങ്കിലും സൗജന്യമായിട്ട് ജോലി സാധ്യതകളെ കുറിച്ച് പരിശോധിക്കാം. ഇതിനുള്ള സൗകര്യങ്ങൾ മുഴുവനുണ്ട്. ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, jobsomega.com. ആ വെബ്സൈറ്റിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. കൂടാതെ എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ട് ഓരോ ആഴ്ചയും, എല്ലാ ശനിയാഴ്ചയും വാക്ക് ഇൻ ഇന്റർവ്യൂസ് ഉണ്ട്. ഇപ്പോൾ സത്യം, സ്റ്റേർലിംഗ് പോലുള്ള പല എംപ്ലോയേഴ്സും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ശനിയാഴ്ചയും വാക്ക് ഇൻ ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ അവരുടെ എംപ്ലോയേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് അവരുടെ HR മാനേജേഴ്സ് ഇന്റർവ്യൂ നടത്തും, ഓഫർ ലെറ്റർ അവിടെ വെച്ച് തന്നെ കൊടുക്കുകയും ചെയ്യും. ഇത് സ്ഥിരമായതുകൊണ്ട് സ്ഥിരം ജോലി അന്വേഷകരും ജോബ് സീക്കേഴ്സ് സ്ഥിരമായി ഞങ്ങൾ അവിടെ സന്ദർശകരാണ്. ഇവർക്കെല്ലാം അതിന്റെ ഇൻഫർമേഷൻ കിട്ടുകയും ജോബ് സമയങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ഞങ്ങൾ ജോബ് അലേർട്ട് വഴി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ കൂടെ തന്നെ അതിന് രജിസ്റ്റർ ചെയ്യാം ഇന്റർവ്യൂവിന്. പ്ലസ് അതിൽ വന്നപ്പോൾ ടെമ്പററി സ്റ്റാഫിംഗ് സർവീസസ് ഉണ്ട്. ഇപ്പോൾ താൽക്കാലിക ജോലി ആവശ്യമുള്ളവർക്ക് താൽക്കാലിക ജോലി ഏർപ്പെടുത്തി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. സാർ, ഇതിലേക്ക് കടന്നപ്പോൾ ഇതിന്റെ ഒരു വിജയ സാധ്യത എങ്ങനെയൊക്കെയായിരുന്നു സാർ മുന്നിൽ കണ്ടിരുന്നത്? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു പുതിയൊരു സംരംഭം തുടങ്ങുമ്പോഴും അത് വളരെ റിസ്കി ആയിരിക്കും. നമ്മളൊരു അനുഭവം നമ്മുടെ മുമ്പിലില്ല. ഇത് ആരെങ്കിലും ചെയ്ത് വിജയിച്ചു കണ്ടു എന്നൊരു അനുഭവം നമ്മുടെ മുമ്പിലില്ല. അപ്പൊ നമ്മൾ ശരിക്കും പക്ഷേ മാർക്കറ്റ് നമുക്ക് ഞാൻ ശരിക്കും സ്റ്റഡിയിലാണ്. ഇന്ത്യൻ എംപ്ലോയ്മെന്റ് മാർക്കറ്റ് വളരെയധികം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇതിന്റെ വിജയ സാധ്യത എന്റെ മുന്നിലുള്ളത് വളരെ വളരെ
എൻകറേജിംഗ് ആണ്, പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തുടങ്ങി വളരെ ചുരുക്കം നാളുകൾക്ക് ഉള്ളിൽ തന്നെ ധാരാളം അന്വേഷണങ്ങൾ ഈ ജോബ് ഷോപ്പ് പലയിടത്തും തുടങ്ങുന്നതിന് വേണ്ടി, ഇതൊരു ഫ്രാഞ്ചൈസി സെറ്റപ്പിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ധാരാളം അന്വേഷണങ്ങൾ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും ഇതിൽ തൽപരരാണ്. കാരണം ഇതൊരു വളരെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായ ഒരു പരിഹാരം എന്ന നിലക്ക് ജോബ് സീക്കേഴ്സിന്, അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും വലിയൊരു ചാലഞ്ച് ശരിയായ ഒരു ഉദ്യോഗാർത്ഥിയെ കിട്ടുക എന്നുള്ളതാണ്. ഒരു റൈറ്റ് ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ്. അപ്പൊ അത് സാധ്യമാക്കുന്ന രീതിയിലുള്ള ഏതൊരു സംരംഭവും വിജയിക്കുക തന്നെ ചെയ്യും. ഇപ്പോ സാറിന്റെ ഈ ജോബ് ഷോപ്പിലേക്ക് ജോലി അന്വേഷിച്ചിരുന്നത് താഴേക്കിടയിലുള്ള, അതായത് ഒരു 10th മുതലുള്ള ഉദ്യോഗാർത്ഥികൾ എത്തുന്നുണ്ടോ, അതോ ഹൈ ലെവലിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളും ആളുകൾ മാത്രമാണോ? എല്ലാ ലെവലിലുള്ളവരും എത്തുന്നത്, എല്ലാവർക്കും. ഈവൻ 10th താഴെയുള്ള ഞങ്ങൾ ഈ ജോബ് പോർട്ടലുകളിൽ ജോബ് സമേഖ ആയിരിക്കും ഒരുപക്ഷെ ഈ സെമി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സിനെ രജിസ്റ്റർ ചെയ്യുന്ന ഒരേ ഒരു കമ്പനി, ഒരേ ഒരു പോർട്ടൽ. കാരണം ഈ ജോബ് സമേഖ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പലയിടത്തും ഇതുപോലെ ഫ്രാഞ്ചൈസിംഗ് ഓഫീസുകളുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നേരിട്ട് പരിചയമില്ലാത്ത ഒരാൾക്ക് പോലും ഈ ജോബ് സമേഖ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ നേരിട്ട് അൺസ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് സെലക്ട് ചെയ്യാവുന്ന മേ ബി ഒരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരേ ഒരു പോർട്ടൽ ജോബ് സമേഖ ആയിരിക്കും. അപ്പൊ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സിന്റെ സൈറ്റിൽ 7ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ അതിൽ താഴെ മുതൽ ഏറ്റവും PhD വരെയുള്ള എല്ലാ ലെവലിലുള്ള ആളുകളുണ്ട്. അപ്പോ സാറ് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളെ നമ്മുടെ കേരളത്തിൽ തന്നെയാണോ അതോ ഇന്ത്യയിലാണോ, എവിടെയാണ് അവർക്കുള്ള പ്ലേസ്മെന്റ് കൊടുക്കുന്നത്? ലോകം മുഴുവനും കൊടുക്കുന്നുണ്ട്. അതിനുള്ള രീതിയിലുള്ള തീർച്ചയായിട്ടും പലരും നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്ത പല കാൻഡിഡേറ്റ്സും ഞങ്ങളെ വിളിച്ച് പറയാറുണ്ട്. ഇപ്പൊ ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ ജോലി കിട്ടിയ ആളുകളുണ്ട്. അവിടെ നിന്നൊക്കെ കോൾ ലെറ്റേഴ്സ് വരാറുണ്ട്. ഇതിന്റെ ഞങ്ങൾ ഈ ജോബ് സമയയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ബാക്കി എല്ലാ സൈറ്റുകളും ഈ എംപ്ലോയേഴ്സിന് സൈറ്റ് എടുക്കണമെങ്കിൽ ഈ ബയോഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ അവർ ഭാരിച്ച സബ്സ്ക്രിപ്ഷൻ കൊടുക്കണം. ഈ ഒരു സൈറ്റ് മാത്രമാണ് എംപ്ലോയേഴ്സിന് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നത്. ഈ ഡാറ്റാബേസ് റെസ്യൂം ഡാറ്റാബേസ് റെസ്യൂം അതിൽ പോസ്റ്റ് ചെയ്യും. എല്ലാവരും റെസ്യൂം അതിൽ പോസ്റ്റ് ചെയ്തിരിക്കും. ഉണ്ട്. അത് റെസ്യൂം സെലക്ട് ചെയ്യാം. ഓരോരുത്തർക്കും ഒരാൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡിയോ ടെക്നീഷ്യന് വേണമെങ്കിൽ ആ സ്റ്റുഡിയോ ടെക്നീഷ്യൻ എന്നുള്ള ആ ഒരു കീവേഡ് വെച്ച് തന്നെ റെസ്യൂം സെലക്ട് ചെയ്യാം. അപ്പോൾ അതിലുള്ള എല്ലാ സ്റ്റുഡിയോ ടെക്നീഷ്യൻസിന്റെ ബയോഡാറ്റ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. ആ ഒരു ഡിസ്പ്ലേയിൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ ചോയ്സ് അനുസരിച്ച് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോ സാർ ഇപ്പോ ഈ സ്ഥാപനം കൂടാതെ ഇതിന്റെ കൂടെ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയാണ് സാറിന്റെ ബിസിനസ് മേഖലയിൽ ഉൾപ്പെടുന്നത്? ബേസിക് ആയിട്ട് ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസം പ്രൊഫഷണലാണ്. അപ്പൊ ഞാൻ ഇവിടുത്തെ ട്രാവൽ ഏജൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ചാപ്റ്റർ ചെയർമാനും കൂടിയാണ്. ട്രാവൽ ഏജൻസി ഫ്രറ്റേണിറ്റിയുടെ. അപ്പോൾ സാർ ആ ബിസിനസിന്റെ അതിനകത്ത് സാർ ആ ഫീൽഡിൽ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ട്രാവൽ ആൻഡ് ടൂറിസം. അതിനകത്തെ സാറിന്റെ അനുഭവം കൂടി ഒന്ന് വിശദീകരിക്കാമോ? ടൂറിസം ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ ഇപ്പോഴും വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന രീതി തന്നെയാണ്. എല്ലാ വർഷവും നമുക്ക് ടൂറിസത്തിന്റെ ഒരു ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ്. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും കേരളം ടൂറിസം മേഖലയിൽ ഇനിയും മുന്നോട്ട് പോകും. അതിനുള്ള മിക്കവാറും എല്ലാ സാധ്യതകളും സപ്പോർട്ടും കേരളത്തിനുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. കേരളം എന്ന ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന ആ ഒരു ആശയം പ്രചരിപ്പിക്കാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആഴ്ചകളിലൊക്കെ, ഈ മാസത്തിലും ഈ വരുന്ന ആഴ്ചകളിലൊക്കെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് റോഡ് ഷോ നടക്കുന്നുണ്ട്. ഗുജറാത്ത്, ഡൽഹി, കൽക്കട്ട, ചണ്ഡീഗഡ്, മറ്റു പുറം സംസ്ഥാനങ്ങളിലൊക്കെ. പിന്നെ പ്രധാനപ്പെട്ട എല്ലാ എക്സിബിഷനുകളിലും കേരളം പങ്കെടുക്കാറുണ്ട്. രാജ്യാന്തര എക്സിബിഷൻ ബെർലിൻ, ലണ്ടൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് കേരളത്തിന് ഒരു നല്ല ഒരു പ്രതിച്ഛായ ഉണ്ടായിട്ടുണ്ട് ടൂറിസം ഡെസ്റ്റിനേഷനിൽ. കൂടാതെ നാഷണൽ ജിയോഗ്രഫി പോലുള്ള മാസികകളൊക്കെ കേരളത്തെ വളരെ പുകഴ്ത്തി പറഞ്ഞ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ടൂറിസം രംഗത്ത് വളരെ നല്ലൊരു പുരോഗതി കാണുന്നുണ്ട്.